ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു തആല അൻഹു പഠിച്ച് അവസാനം പഠനം പൂർത്തിയായപ്പോൾ വയസ്സ് 51 വയസ്സായി. പഠിച്ചു തീർന്നപ്പോ വയസ്സെത്രേ? മുഹീദ്ദീൻ ശൈഖിനെ പറ്റി പഠിക്കാത് കേട്ടാ, ചെറിയ സദസ്സല്ല. അല്ലാഹു തൗഫീഖ് തരട്ടെ. മുഹീദ്ദീൻ ശൈഖ് ആരാണ്? ഒരു വലിയ ആരാണെന്നുള്ള ഉസ്താദ് പരിചയപ്പെടുത്തി അതാ കേട്ടോ, വലിയ 32 കൊല്ലം ഇൽമു പഠിക്കാൻ വേണ്ടി തന്റെ ജീവിതം ഒഴിഞ്ഞു വെച്ചു. വെറുതെ പഠിക്കല്ല, അങ്ങോട്ട് പോയിട്ട് വ്യാഴം വെള്ളിയും കിട്ടുമ്പോ ലീവ് അടിച്ചിട്ട് യാ അല്ലാഹ് വീട്ടിൽ വന്നിരിക്കുക, അതല്ല. ഇത് അങ്ങോട്ട് പഠിക്കാൻ പോയാൽ പിന്നെ അല്ലാഹ് ഒറ്റ ഇരുത്തോ. 32 കൊല്ലം ആലിമീങ്ങളുടെ പുറകെ നടന്ന് ഇൽമു ശരിക്ക് പഠിച്ചെടുത്തു, എല്ലാം പഠിച്ചു. 32 കൊല്ലം. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ മുങ്ങിക്കുളിച്ചു എന്ന് പറയാൻ മാത്രമുണ്ട്, ശരിക്കും എല്ലാ ഫന്നും നല്ലതുപോലെ തറവാക്കി. എന്നിട്ടാണ് പിന്നീട് അദ്ദേഹം വിവാഹത്തെ പറ്റി ചിന്തിച്ചത്. അല്ലാഹുവേ, ഞാൻ എല്ലാ സുന്നത്തും എടുത്തു നേരം വിളിക്കുന്നതിന് മുമ്പ് തന്നെ തഹജ്ജുദ് നമസ്കാരത്തിന് ഞാൻ നിലകൊണ്ടു. പരിശുദ്ധമായ ഖുർആൻ ഓതിക്കൊണ്ട് നീണ്ട സൂറത്തുകൾ ഓതി ഞാൻ നമസ്കരിച്ചു. ഞാൻ ദുഹാ നമസ്കരിച്ചു, വിത്ർ നമസ്കരിച്ചു, എല്ലാ നമസ്കാരങ്ങളും കൃത്യമാക്കി അവ്വാബി നമസ്കരിച്ചു. പക്ഷെ റസൂലുള്ളാഹിയുടെ സുന്നത്താക്കപ്പെട്ടതാകുന്ന നിക്കാഹ് ഞാൻ കഴിച്ചില്ലല്ലോ. അന്നിക്കാഹു മിൻ സുന്നത്തി, നിക്കാഹ് എന്റെ ചര്യയിൽപ്പെട്ടതാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിക്കാഹ് എനിക്ക് കഴിക്കണമെന്ന് നിയ്യത്ത് വെച്ചുകൊണ്ട് മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു തആല നിയ്യത്ത് വെക്കുകയാണ്, വിവാഹം ചെയ്യുകയാണ്. എത്ര വിവാഹം കഴിച്ചു? 4 വിവാഹം കഴിച്ചു. ആരുടെ കാര്യം പറയുന്നു? മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു. എന്തിനാ മുസ്താദേ 4 വിവാഹം എന്നിങ്ങനെ ചിലർ കരുതുന്നുണ്ടാവും. വിവാഹത്തിന്റെ ലക്ഷ്യം എന്താണ്? ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ കാമകേളികൾ മാത്രമല്ല വിവാഹം കൊണ്ട് ലക്ഷ്യം. വിവാഹത്തിന്റെ ലക്ഷ്യം നമ്പർ 1 കേട്ടോ. എന്താ ലക്ഷ്യം? അല്ലാഹുവിന്റെ പൊരുത്തമാണ്, അല്ലാഹുവിന്റെ സംതൃപ്തിയാണ്. നീ വിവാഹം ചെയ്യുന്നത് അല്ലാഹു അനുവദിച്ച പ്രകാരമാണ്. വിവാഹം എന്താണ്? ഹലാലായ മാർഗത്തിലൂടെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ വേണ്ടിയാണ് വിവാഹം എന്ന് പറയുന്നത്. 4 പേരെ അന്യ സ്ത്രീകളുമായി ബന്ധപ്പെട്ടെന്നല്ല, 4 പേരെ അള്ളാഹുവിന്റെ സംതൃപ്തിക്ക് വഴങ്ങിക്കൊണ്ട് വിവാഹം കഴിച്ചു. കാരണം വയസ്സമ്പത്തൊന്നായി. മുത്തനബി പഠിപ്പിച്ചതാകുന്ന പ്രായം എത്രയാണ്? വളരെ ചുരുങ്ങിയതാണ്. അഅ്മാറു ഉമ്മത്തി മാബൈന 60 വ 70, 60ന്റെയും 70ന്റെയും ഇടയിലാണ്. ഇതിന് കുറഞ്ഞ ആയുസുള്ളൂ. കുറഞ്ഞ കാലഘട്ടത്തിനിടയിൽ കുറച്ച് മക്കള് സാലിഹ്യങ്ങളാകുന്ന മക്കളെ വേണം. എന്തിനു വേണ്ടി? ഒന്നാമത്തത് അള്ളാഹുവിന്റെ സംതൃപ്തിയാണ്. എന്താ അള്ളാഹുവിന്റെ സംതൃപ്തി? ഈ ലോകത്തുള്ളതാകുന്ന സൃഷ്ടിജാലങ്ങൾ പടച്ച റബ്ബിന് വേണ്ടി ആരാധിക്കുന്നവരായാൽ അത് അല്ലാഹുവിന്റെ സംതൃപ്തിയാണ്, സംതൃപ്തിയാണ്. 4 വിവാഹം മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു കഴിച്ചുകൊണ്ട് അദ്ദേഹം നിയ്യത്ത് വെക്കുന്നു. ഒന്നാമത്തെ നിയ്യത്ത് പടച്ച റബ്ബിന്റെ സംതൃപ്തിയാണ്, സംതൃപ്തിയാണ്. കാരണം ഞാൻ വിവാഹം കഴിക്കുന്നതിലൂടെ എനിക്ക് ഹലാലാക്ക പെണ്ണിലൂടെ ഞാൻ ഇണചേരുമ്പോ അതിലൂടെ പടച്ച തമ്പുരാൻ എനിക്കൊരു കുട്ടിയെ തരുമ്പോ അത് മുസ്ലിമത്തായ സഹോദരിയാണ്, മുസ്ലിമത്തായ പൊന്നുമോനാണ്, പൊന്നുമോളാണ്. അവരെ പടച്ച റബ്ബിനെ ആരാധിക്കുകയാണ്. അല്ലാഹുവിനെ ആരാധിക്കാൻ വേണ്ടി ഒരു സൃഷ്ടിയെ കൂടി ഈ ലോകത്തേക്ക് പടച്ചതിന്റെ പേരിൽ പടച്ച റബ്ബിന്റെ സംതൃപ്തി എനിക്ക് കിട്ടുമെന്ന് മനസ്സിലാക്കിയ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു. അതാണ് അവരുടെ നിയ്യത്ത് നമ്പർ 1. വിവാഹത്തിന്റെ ലക്ഷ്യം അതാകണം. ഏത്? അല്ലാഹുവിന്റെ പൊരുത്തം. എന്ത്? നീ വിവാഹം ചെയ്യുന്നതിലൂടെ ഹലാലായ പെണ്ണിലൂടെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട് അതിൽ പടച്ച തമ്പുരാൻ ഒരു കുട്ടിയെ നൽകിയാൽ അവൻ ആരാൻ? മുസ്ലിമാൻ. മുസ്ലിമായാൽ അവൻ ആരാധിക്കുന്നത് ആരെയാണ്? അള്ളാഹുവിനെയാണ്. അള്ളാഹുവിനെ ആരാധിക്കാനുള്ള ഒരു സൃഷ്ടിയെ കൂടി നീ സംവിധാനം ഒരുക്കി. അതുകൊണ്ട് പടച്ച റബ്ബിന്റെ സംതൃപ്തി നിനക്കുണ്ടാകുന്നു. അതാണ് ലക്ഷ്യം നമ്പർ 1. രണ്ടാമത്തെ ലക്ഷ്യം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സംതൃപ്തിയാണ്, സംതൃപ്തിയാണ്. നാളെ പടച്ച റബ്ബിന്റെ ദർബാറിൽ അല്ലാഹുവിന്റെ കോടതിയിലെത്തുന്നു. ലോകത്തുള്ള എല്ലാ ആളുകളും അതത് പ്രവാചകന്മാരുടെ പിന്നിലായി അണിനിരന്നുകൊണ്ട് മഹ്ശറിലേക്ക് വരുമേ. ഫകൈഫ ഇദാ ജനാ മിൻ കുല്ലി ഉമ്മത്തിൻ ബിശഹീദ് വജനാ ബിക അലാ ഹൗലാഇ ഷഹീദാ. നാളെ പടച്ച റബ്ബിന്റെ ദർബാറിൽ അല്ലാഹുവിന്റെ കോടതിയിൽ നിലകൊള്ളുമ്പോ ഓരോ പ്രവാചകന്മാരുടെയും പിന്നിലായി അണിനിരന്നുകൊണ്ട് അതത് പ്രവാചകന്മാരുടെ സമുദായങ്ങൾ നാളെ മഹ്ശറിലേക്ക് കടന്നു വരുമേ.